യെരമ്യാ 52 അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. ബരക്കുമാർ. സെദക്കിയ രാജാവായപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയുടെ പേര് ഹംതുൽ. ലെബാനോന്യനായ യെരമ്യയുടെ മകളായിരുന്നു അവൾ. ഇവൻ യെഹോയാക്കീം ചെയ്തതുപോലെ തിന്മയായത് ദൈവമുമ്പാകെ പ്രവർത്തിച്ചു. അതിനാൽ യെരൂശലേമിൻ്റെ മേലും യഹൂദയുടെ മേലും ദൈവകോപമുണ്ടായി. അവൻ്റെ സന്നിധിയിൽ നിന്നും കർത്താവ് അവരെ എറിഞ്ഞു കളഞ്ഞു. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനോട് ഇവൻ മത്സരിച്ചു. അവൻ്റെ വാഴ്ചയുടെ 9-ാം വർഷം 10-ാം മാസത്തിൽ 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിനെതിരായി സർവ്വസൈന്യത്തോടും കൂടെ വന്ന് പാളയമിറങ്ങി. അതിനു ചുറ്റുമായി കൊത്തളങ്ങൾ പണിതു. സെദക്കിയ രാജാവിൻ്റെ 11-ാം വർഷം വരെ നഗരം മഹാഞെരുക്കത്തിലായിരുന്നു. 5-ാം മാസം 9-ാം തീയതി നഗരത്തിൽ പട്ടിണി അതിരൂക്ഷമായി. ദേശത്തെ ജനങ്ങൾക്ക് ഭക്ഷണം തീരെ ഇല്ലാതായി. അപ്പോൾ നഗരത്തിൻ്റെ മതിൽ ഒരിടത്ത് പൊളിച്ച് കൽദായർ നഗരം വളഞ്ഞിരിക്കെ എല്ലാ യോദ്ധാക്കളും നഗരത്തിൽ നിന്നും രാത്രിയിൽ രാജാവിൻ്റെ ഉദ്യാനത്തിൻ്റെ 2 മതിലുകൾക്കിടയിലുള്ള മാർഗത്തിലൂടെ സമതല വഴിയെ ഒളിച്ചോടിപ്പോയി. കൽദായരുടെ സേന രാജാവിനെ പിന്തുടർന്നു. യെരീഹോ സമതലത്തിൽ വെച്ച് രാജാവിന് ഒപ്പമെത്തി. അവൻ്റെ സൈന്യം അവനെ ഉപേക്ഷിച്ച് ചിതറിപ്പോയി. അവർ രാജാവിനെ പിടികൂടി ഹമാത്ത് ദേശത്തെ റിബ്ലയിൽ ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഇവന് വിധി കൽപ്പിച്ചു. ബാബേൽ രാജാവ് സെദക്കിയായുടെ 2 പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് വധിച്ചു. യഹൂദ പ്രഭുക്കന്മാരെയും റിബ്ലയിൽ വെച്ച് അവൻ കൊന്നു. അവൻ സെദക്കിയായുടെ കണ്ണു പൊട്ടിച്ചു. ചെങ്ങലകൾ കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേൽ രാജാവ് അവനെ ബാബേലിലേക്ക് കൊണ്ടുപോയി. മരണപര്യന്തം അവനെ കാരാഗൃഹത്തിലടച്ചു. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നവനായ മശിഹ, നിന്റെ ഇഷ്ടപ്രകാരം അതിൽ കൂടി ചൊവ്വായിട്ട് നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.